ഏറ്റവും വലിയ ധനം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ലോകത്തൊരു വ്യക്തിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷമാണ്. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും മനസ്സന്തോഷമില്ല എങ്കിൽ എന്ത് ചെയ്യും? എന്തൊക്കെ തന്നെ ജീവിതത്തിൽ നേടിയാലും മനസ്സന്തോഷമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ്. അപ്പം മനസ്സിന് സന്തോഷമുണ്ടാക്കുക. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ മനുഷ്യ മനസ്സിലേക്ക് അസൂയ കടന്നു വരാൻ പാടില്ല. അസൂയയ്ക്ക് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? സ്ഥാനം നൽകുവാൻ പാടില്ല. അസൂയ മനുഷ്യ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു മനസ്സന്തോഷം, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം, അല്ലെങ്കിൽ ഒരു മനസ്സുഖം ഒരിക്കലും ലഭിക്കില്ല. കേട്ടോ, അതെപ്പോഴും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ അസൂയയ്ക്ക് അല്പം പോലും സ്ഥാനം കൊടുക്കാൻ പാടില്ല. സ്വന്തം കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വളരുവാൻ നമ്മൾ പരിശ്രമിക്കുക. കേട്ടോ, നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ അസൂയ നിറയ്ക്കുവാൻ പാടില്ല. കേട്ടോ, അസൂയ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും എന്ത് ലഭിക്കില്ല? മനസ്സമാധാനം ലഭിക്കില്ല എന്നാണ്. കേട്ടോ, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ എന്തിങ്ങനെ കഴിയൂ? ആ മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ അസൂയയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. ആരാകരുത്? ഒരിക്കൽ പോലും നാരോ മൈൻഡഡ് പേഴ്സൺസ് ആകരുത്. വിശാലമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. അതുപോലെ നമ്മുടെ മനസ്സിലെ സ്നേഹത്തിനും കാരുണ്യത്തിനും ദയയ്ക്കും സത്യസന്ധതയ്ക്കും ഒക്കെ സ്ഥാനം നൽകുക. നല്ല ചിന്താഗതികൾ നമ്മൾ എപ്പോഴും വളർത്തിയെടുക്കുക. നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? നമ്മളിലെ നല്ല ചിന്തകൾക്ക് കഴിയുമെന്നാണ്. കേട്ടോ, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിന് യാതൊരു ടെൻഷനും നൽകുവാൻ പാടില്ല. കേട്ടോ, അതുകൊണ്ട് നമ്മൾ മനസ്സിൽ അസൂയ ഉണ്ടാകാതെ നോക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന് യാതൊരു ടെൻഷൻസ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്തിനേയും നേരിടാനുള്ളൊരു മനക്കരുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്വായത്തമാക്കണം. കേട്ടോ, അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ നാളെയെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ വിധിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിതപിക്കുവാൻ പാടില്ല. വിധി, നാളെകൾ വിധിവശമാണ്. അത് വരുന്നത് പോലെ വരട്ടെ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. കേട്ടോ, നന്മയിലൂടെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതത്തിൽ ചെയ്യുവാൻ പാടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പാടില്ല. കേട്ടോ, നല്ല ചിന്താഗതികൾ വളർത്തിയെടുക്കുക. കേട്ടോ, ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉയർച്ചയിലേക്ക് പോകുന്നതാണ്.